ഹായ്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് എൻ്റെ പീരിയഡ്സ് എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് എനിക്ക് എൻ്റെ പീരിയഡ്സും എൻ്റെ ട്രാവലിങ്ങും ഞാൻ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോക്കുന്നുള്ളത്. സോ ഫസ്റ്റ് നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കേൾക്കൂലേ പീരിയഡ്സ് ആവുന്നത്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ടോക്ക് ആവില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇവരെ താത്താൾക്കൊക്കെ ഉണ്ടായിക്കൂടോ, ഇതുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ എന്നൊക്കെ അങ്ങനെ ഓരോ കുട്ടികൾ ഇങ്ങനെ പറയും, ഓരോ താത്താൾ വേദനിച്ചിട്ട് ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ പിടിച്ച് വലിക്കും, അത്രയും വേദനക്കാരും അത്രയും പീരിയഡ്സ് വന്നാൽ എന്നൊക്കെ ഞാൻ 6th-ലും 7th-ലും ഒക്കെ പഠിക്കുമ്പോൾ അത്ര ആളായി അറിയില്ല, ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ടല്ല ഇപ്പോൾ ഇങ്ങനെ കേട്ടിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഭയങ്കര പെയിനേക്കാരും ഓരിങ്ങനെ കടന്ന് പെടയേക്കാരും എന്നൊക്കെ കേട്ടിരുന്നു. പിന്നെ അങ്ങനെ ഒരു തോന്നുന്നത് അപ്പോൾ ഭയങ്കര ആ ഒരു പ്രായത്തിൽ നമുക്ക് പീരിയഡ്സ് ആവാൻ ഭയങ്കര പൂതിയല്ലേ. കാരണം പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ വലിയ കുട്ടിയായി മെയിൻ ആവുക അങ്ങനത്തെ സാധനമല്ലേ ഇത്. അങ്ങനെ എന്നിട്ട് എനിക്ക് പീരിയഡ്സ് ആയിട്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ ചിലവർക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേദനിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിതായി നോക്കുമ്പോൾ എനിക്കൊന്നുമില്ല. ഭയങ്കര ഫ്രീ ആയിട്ടുള്ള പീരിയഡ്സ് ചെയ്തു. എനിക്കൊന്നും തോന്നലൊന്നുമില്ല. വേദന ഒരു സാധനമൊന്നും ഞാൻ അറിയലേ ഇല്ല. കുറേ കാലം വർഷങ്ങളോളം എനിക്കിങ്ങനത്തെ ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാ പ്ലീസ് എനിക്കും ഒന്ന് വേദന, എനിക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, എനിക്കും ഒന്ന് വേദന വരുത്തി തരുമെന്നൊക്കെ. എന്നിട്ട് വന്നിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം എനിക്ക് അങ്ങോട്ട് വേദനിച്ചു. അന്ന് വീട്ടിലെന്തോ സൽക്കാരം എന്ത് ചെയ്തു കേട്ടോ. ഞാനൊരറ്റ കടത്ത, എനിക്ക് വയ്യ, ഞാനിതെന്താ സാധനം കരുതി അങ്ങനെ കടത്ത് ഇങ്ങനെ എന്തൊക്കെയോ ആവുന്നിട്ട് ഞാൻ അപ്പം തന്നെ മരുന്നൊക്കെ കുടിച്ചിട്ട് ഞാൻ കടന്നുറങ്ങി. ഞാൻ കരയേന്ന് കടന്നിട്ട്. പിന്നെ ഞാൻ ഉറങ്ങി. ഇത് കേട്ട് കൈയുള്ള പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാ ഇനി ഇതെനിക്ക് വേണ്ട, ഇനി എനിക്കിത് തരല്ലേ അങ്ങനത്തതായിട്ട്. പക്ഷെ എനിക്ക് പിന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ കാലമൊക്കെ സെറ്റ് അങ്ങനെ ചെയ്തു. പിന്നെ ഞാനിപ്പോൾ യാത്ര ചെയ്യാൻ തുടത്തിയിട്ട് ഞാൻ 19 വയസ്സാകുമ്പോഴാണ്, 18 വയസ്സ് കഴിഞ്ഞ പാടാണ് ഞാൻ യാത്ര ചെയ്യാൻ പ്രോപ്പറായിട്ട് മീൻസ് എൻ്റെ ഒരു രീതിയിൽ ഞാനിങ്ങനെ ഇതായിട്ട് തുടത്തണത്. അപ്പോൾ അതിന് ശേഷമൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സ് വരുന്നത് പോകുന്നതൊക്കെ എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്കറിയലില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാനതൊക്കെ ഒന്നും പോയിട്ടില്ല. പക്ഷേ ഇപ്പം എടുത്ത് എന്താട്ടി ഞാനും റോഷനും ഷദീദും ഞങ്ങൾ ഗോവ പോയിട്ട് ഗോവയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്ത് പോവാം. അപ്പോൾ എനിക്ക് പീരിയഡ്സ് ആയിക്കൊണ്ടോ. അപ്പോൾ ഞാൻ ബസ്സിൽ എയർപോർട്ടിൽ നിന്ന് ബസ് കയറി പുറത്തേക്കുള്ള ബസ് അങ്ങോട്ട് കയറി ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു വേദന വന്നു. എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ ഞാൻ അത്ര ഒരു വേദന അനുഭവിച്ചിട്ടില്ല. എന്തൊരു പെയിനെന്ന് അറിയോ. പെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ആത്മാവ് പോകൂലേ, അതേമാതിരി അങ്ങനെ കടന്ന് അത്രക്കും എന്തോ ഉള്ളിലിങ്ങനെ എനിക്ക് സങ്കടമൊക്കെ വരാൻ തുടർത്ത് പാവിൻ്റെ ശരീരം ഇത്ര പെയിൻ അനുഭവിക്കുകയാണെന്ന് അങ്ങനെ ഇരിക്കുകയാണ്. ഞാനും എൻ്റെ ബാഗ് ഒരു സീറ്റിലാണ്, ഇവർ രണ്ടാളും അപ്പുറത്തെ സീറ്റിലാണ്. ഞാനിങ്ങനെ എനിക്കൊക്കെ അവരോട് പറയാനും ഇതാക്കാനും കീഴുള്ള ഞാനിങ്ങനെ എന്താ ഇത് അങ്ങനെ കാലം അങ്ങോട്ടും എനിക്കാണെങ്കിലോ കാല് തണുക്കലാണ് ഏറ്റവും വൃത്തിട്ട്. എനിക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ എൻ്റെ മൊത്തം എല്ലും പ്രത്യേകിച്ച് കാലൊക്കെ തണുക്കും. കാലിൻ്റെ അടിയൊക്കെ ഇങ്ങനെ വല്ല ഫ്രീസറിൻ്റെ ഉള്ളിൽ വെച്ചെടുത്ത മാതിരിയേക്കാരം, അത്രയും തണുപ്പേക്കാരം. അതൊരു വൃത്തിയായിട്ട ഫീലിംഗാ. അപ്പം ഇങ്ങനെ വയറെന്താന്നായേ ഞാൻ അങ്ങനെ അപ്പോൾ എനിക്ക് പിന്നെ അപ്പം ടെൻഷനായിരുന്നു. എൻ്റെ ഇതിൽ അപ്പം നോക്കുമ്പോൾ ഇനി ഇതിനേക്കാളും വലിയ പെയിൻ ഇല്ല. ക്യാൻസറും അതൊന്നും എൻ്റെ മനസ്സിലേക്ക് അപ്പം വരുന്നില്ല കേട്ടോ. പക്ഷെ എൻ്റെ ഇതിൽ ഇതുണ്ട്. ഞാൻ എന്നിട്ട് കേട്ട് ഞാൻ അടിച്ചു നോക്കിയത് വിച്ച് പെയിൻ ഈസ് ഗ്രേറ്റർ, ലൈക്ക് ക്യാൻസേഴ്സ് പെയിൻ ഓർ പീരിയഡ്സ് പെയിൻ, അത് ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല. അന്ന് എന്നിട്ട് ഞാൻ എന്താട്ടി ഞാൻ അങ്ങനെ കരുതുന്നുണ്ട് അപ്പോൾ പ്രസവ വേദന എന്തേക്കാരം ഞാനൊക്കെ പൊടിഞ്ഞു പോകും. അല്ല അത്രക്കും സീന് വീട്ടിലല്ല. ഞാനിങ്ങനെ അവരോട് പറയുന്നുണ്ട്, റോഷാശതി ഇതെനിക്ക് കൈയിടില്ല, എനിക്ക് ഭയങ്കര വേദന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പത്തിന് പിന്നെ കുറേ കഴിഞ്ഞപ്പത്തിന് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ കരയാനൊക്കെ തുടത്തിക്കോട്ടോ. ഞാൻ ഇരുന്ന് കരയാൻ. എന്നിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി നല്ല വ്യൂസ് കാണുന്നുണ്ട്. ഗോവയിലത്തെ മറ്റേ പച്ചപ്പ് അത് കൂടെ ഒക്കെ ഇട്ട് പോകണം. പക്ഷെ ഒന്നിനും എനിക്ക് വയ്ക്കണില്ല, ചുവപ്പ് മണ്ണ് അങ്ങനത്തെ ഒക്കെ സീന്. അപ്പം ഞാൻ അങ്ങനെ കോൺസെൻട്രേഷനൊക്കെ മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കഴിയണില്ല. എന്നിട്ട് റോഷന് അത് വേറെ 2 ടൈപ്പ് ഓഫ് ബോയ്സ്. ഒന്ന് റോഷൻ ഇങ്ങനെ ബസ് കൂടെ അങ്ങോട്ടും നടന്ന് ആരോടൊക്കെ മരുന്ന് വെക്കുക. ശരീരം മോയെന്താ അവിടെ ഇരുന്നിട്ടിനോടെന്ന് പറയണ അറിയോ. അപ്പോൾ ഇതാ ഫുഡ് കഴിച്ചാൽ മാറിക്കോളുന്നു. പിന്നെ ഇത് വിശപ്പാണല്ലോ ഫുഡ് കഴിച്ചാൽ മാറി. എനിക്ക് അപ്പോഴോട് നല്ലോണം ദേഷ്യപ്പെട്ടതുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ അത് കേട്ടിട്ട് ഇങ്ങനെ എന്തത് ഫുഡ് കഴിച്ചാൽ വേറെ അതിനെ പറയും എന്ത് എന്താണ് അങ്ങനെ അവനെ നോക്കി. എനിക്ക് വെയ്യ ദേഷ്യപ്പെടാനോ അങ്ങനെ നോക്കി ശരി ഇത് അങ്ങനെ ഒന്നും ഇല്ലത് വർക്കാം മോയെന്ത് അല്ല.
പിന്നെ അവനൊന്നും മുണ്ടിയില്ല, ഓനിൻ്റെ എക്സ്പ്രഷൻ കണ്ടേക്ക് മനസ്സിലായി. അങ്ങനെ സഹിച്ച് ബസ്സാണെങ്കിൽ എത്തണമില്ല. ഞാനിങ്ങനെ ഞാൻ കരുതി ഓക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നു, അല്ല അറ്റാക്ക് മാറി ഇങ്ങനെ വന്നത് ഇത് പോയിക്കോളത്. ഇതിങ്ങനെ അറ്റാക്കൊക്കെ ഇങ്ങനെ കുറേ നീണ്ടു നിന്ന് അങ്ങനെ ഉണ്ട്. അതിങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ഇത് കഴിയണില്ല, കുടുങ്ങിപ്പോയി ഞാൻ. അങ്ങനെ എന്നിട്ട് ഞങ്ങളൊരു ഹോട്ടലിലേക്ക് എത്തി. ലാസ്റ്റ് ഹോട്ടലിലേക്ക് എത്തിയിട്ട് അപ്പത്തിന് ഇങ്ങനെ ബെറ്ററായി വരിക കേട്ടോ. ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയി ഞാൻ കൈ കഴുകാൻ പോയേ. അപ്പം ഞാൻ അവിടെ ഞാനും പിന്നെ വേറെ ഏതോ ഒരു തമിഴനാണോ എനിക്കറിയില്ല, അല്ല ഹൈദരാബാദ് ആ സൈഡിൽ നിന്നൊക്കെ ഉള്ള ഒരു സെക്കൻഡ് അങ്ങോട്ട് രണ്ടോളം ഒറ്റയ്ക്ക് ടോയ്ലറ്റുള്ളൂ. ഞാൻ അങ്ങനെ കൈ കഴുകാണ്. അതിൽ എന്നോട് ചോദിക്കുക ആപ്കി മാരേജ് ഹോ ഗയേ ക്യാ, കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചു. ഞാൻ അല്ലെങ്കിൽ തന്നെ ദേഷ്യപ്പെട്ട് നിൽക്കുക. ഞാനങ്ങോട്ട് എന്താ പറയുക, അതിൻ്റെ ആ പീരീഡ്സിൻ്റെ എല്ലാ ദേഷ്യവും ഞാൻ ഇവൻ്റെ മേത്തേക്ക് അങ്ങോട്ട് ഇട്ടു. എനിക്ക് ഇഷ്ടമായില്ല ഓനോട് അങ്ങനെ ചോദിച്ചത്. ഞാൻ ചോദിച്ചു വൈ ഡു യു ഈവൻ കെയർ അബൌട്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അരക്കെന്താണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ദേഷ്യപ്പെടാൻ തുടത്തി. ദേഷ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എന്നിട്ട് അത്രയും ഞാൻ ദേഷ്യപ്പെട്ടിട്ട് ഇവനോട് ചോദിക്കുക ആപ്കി മാരേജ് ഹോ ഗയാ ക്യാ. പിന്നെ ഇത് സാധനം തന്നെ ഇമ്പോർട്ടൻറ്റ് ചോദിക്കണം. അല്ല ചോദിച്ചാൽ പ്രശ്നം എന്താണ്, ഈ ഇതിനെ അത് വീണ്ടും ചോദിച്ചെടുക്കണം, എനിക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ട് മതിയായില്ല അത് ഇതൊക്കെ പറഞ്ഞിട്ട് അതിൽ പ്രശ്നം സൗണ്ട് കേട്ടിട്ട് ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് ചോദിച്ചാൽ എന്താ പ്രശ്നം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇവൻ എന്നോട് ചോദിക്കാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിക്കണമെന്ന്. അതിൽ ഈ പെണ്ണ് ചെക്കനോട് സമാധാനം ചോദിച്ചു ഈ എന്താ അവളോട് ചോദിക്കണമെന്ന് ചോദിച്ചു. അതിൽ ഇവന് പറയാ മെരിക്കോ ജാനാ ഹേ, എന്നോട് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്, ഓനിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നോട് മാറാനാണോ പറയണം, അല്ലാണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിക്കൂടാന്നല്ലോ ചോദിക്കണേന്ന്. പക്ഷേ അവിടെ ഒരു ലോഡ് സ്ഥലം ഉണ്ടായിരുന്നു, ഞാൻ മാറേണ്ടൊന്നും ആവശ്യമല്ലോ ഓനിക്ക്. പക്ഷെ ഞാൻ കരുതി ഇനിയിപ്പോൾ ഓൻ അങ്ങനെ തന്നെയാണോ കരുതിക്കണമെങ്കിൽ എനിക്ക് ഓൻ്റെ ഭാഷ വേറെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്തതാണോ എന്ന് കരുതിയിട്ട്, കാരണം ഉറപ്പില്ലാണ്ട് നമ്മൾ ചൂടായി കഴിഞ്ഞു. പക്ഷെ പിന്നെ ഇങ്ങനത്തെ ഒരു ഇത് വന്നേക്ക് ഞാൻ പിന്നെ പറഞ്ഞു സോറി, ഞാൻ കരുതി കളിഞ്ഞോട് ഇങ്ങനെ ചോദിക്കണേന്ന്, അതാ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ സോറി പറഞ്ഞ് പിന്നെ പോയി. പുറത്തിറങ്ങിയേക്കും ഓൻ്റെ കൂട്ട തമിഴന്മാര് ഓരവിടെ ഇരിക്കണം. ഞാൻ പിന്നെ പറ്റ പാവം കുട്ടികളമാരിങ്ങനെ നടന്നു. അങ്ങനെ ഇനി അങ്ങനെ അന്നാണ് എനിക്ക് ഏറ്റവും എക്സ്ട്രീം പെയിൻ വന്നത്. എന്നിട്ടിപ്പോൾ പെയിൻ വന്നത് ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ശ്വാസം വിടട്ടെ, ഞാൻ ഇന്നൊന്ന് പോസാക്കിയിടാതിക്കത് വിചാരം 7 മിനിറ്റാണ് ഞാൻ നിർത്താൻ സംസാരിച്ച്.